പ്രശസ്ത സ്വഹാബിയായ തുഫൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ച ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ആ ചരിത്രം ചെറിയ രീതിയിലൊന്ന് പറയുകയാണ്. തിഹാമ പർവ്വതവും മറികടന്ന് തുഫൈൽ നടന്നകലുകയാണ്. മക്കയാണ് ലക്ഷ്യം. മക്കയിലാകട്ടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്കെതിരെ ഖുറൈശികൾ അക്രമങ്ങളുടെ പരമ്പര അഴിച്ചുവിടുകയാണ്. അതിനാൽ അവർ സകല ശക്തിയും അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഖുറൈശികൾക്കുണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദിൻ്റെ പ്രബോധനം ഒരിക്കലും ഇവിടെ നടക്കരുത് എന്നുള്ളതായിരുന്നു. മറുഭാഗത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചും അവനിൽ ഭരമേൽപ്പിച്ചും മുന്നോട്ട് പോകുന്നു. കയ്യിലുള്ള കരുത്താകട്ടെ വർദ്ധിതമായ വിശ്വാസവും നിറഞ്ഞ സത്യസന്ധതയും. ഇതിനിടയിലേക്കാണ് തുഫൈലിൻ്റെ കടന്നുവരവ്. ഒട്ടും നിനക്കാതെ ഈ പോരാട്ടത്തിനിടയിലേക്ക് എടുത്തു ചാടേണ്ടി വരികയായിരുന്നു ദൗസ് ഗോത്രത്തിൻ്റെ നേതാവായിരുന്ന തുഫൈലിൻ്റെ ജീവിത നിയോഗം. അദ്ദേഹം തൻ്റെ ആശ്ചര്യകരമായ സംഭവം ഇവിടെ വിവരിക്കുന്നുണ്ട്. ഞാൻ മക്കയിലെത്തിയപ്പോൾ ഖുറൈശി പ്രമുഖർ എന്നെ സ്വീകരിക്കുകയും അവരുടെ വീടുകളിൽ കൊണ്ടുപോയി എല്ലാവിധ ആതിഥ്യ മര്യാദകളോടുകൂടി എന്നെ സൽക്കരിക്കുകയും ചെയ്തു. പിന്നീട് മുഴുവൻ ഖുറൈശി നേതാക്കളും എൻ്റെ ചുറ്റുമിരുന്ന് മക്കയിലൂടെ ഉള്ള ഇപ്പോഴത്തെ സംഭവ സാഹചര്യങ്ങൾ എനിക്ക് വിശദീകരിച്ചു തന്നു. ഇപ്പോഴത്തെ പുതിയ പ്രശ്നം ഇസ്ലാം വന്നതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തുന്ന പ്രബോധനവുമെല്ലാം പ്രശ്നങ്ങളായി കാണിച്ചുകൊണ്ട് തുഫൈൽ ബിൻ അംറിനെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, തുഫൈൽ, നീ ഞങ്ങളുടെ നാട്ടിലെത്തിയതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷിക്കുന്നു. പക്ഷേ ഞങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. അങ്ങനെ തുഫൈൽ ബിൻ അംറിനോട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണരുത് എന്നും അയാളോട് സംസാരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പരമാവധി അകന്ന് കഴിയണമെന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരിക്കൽ മക്കയിലെ സാധാരണ രാവിലെ എല്ലാവരും കഅബയുടെ അടുത്തേക്ക് പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം തുഫൈൽ ബിൻ അംർ കഅബയുടെ അടുത്ത് പ്രദക്ഷിണം ചെയ്യുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് ഒരാൾ അവിടെ ഇരുന്ന് ശാന്തമായി നമസ്കരിക്കുകയാണ്, എന്തോ ആരാധന ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ഇരു ചെവിയിലും പഞ്ഞി വെച്ചിട്ടാണ്, അത്രയും സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം കഅബയിലേക്ക് പോകുന്നത് തന്നെ. അങ്ങനെ ആ കഅബയിലെത്തിയപ്പോൾ സാധാരണ അവരുടെ ആരാധനാ ക്രമങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും അങ്ങനത്തെ രീതിയിലുള്ള ആരാധനകളാണ് ഖുറൈശികൾ നിർവഹിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തനായി അവിടെ പ്രഭാത പ്രാർത്ഥനകൾ നിർവഹിക്കുകയാണ്. അങ്ങനെ തൻ ചെവിയിൽ വെച്ച പരുത്തി കഷ്ണങ്ങളിലൂടെ ചെറിയ ചെറിയ രീതിയിൽ ഖുർആനിക വചനങ്ങളും മറ്റും അദ്ദേഹം കേൾക്കുകയാണ്. ആ ഖുർആനിക വചനങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹം വളരെ അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹം സ്വന്തം നഫ്സിനോട് ചോദിക്കുന്നുണ്ട്, തുഫൈലെ, നിനക്ക് കവിത വശമുള്ളതല്ലേ? നീ വലിയ പാണ്ഡിത്യമുള്ള ആളല്ലേ? നീ എന്തുകൊണ്ട് ഇത് ചിന്തിച്ചില്ല? നിനക്കൊന്ന് ചിന്തിച്ചുകൂടായിരുന്നു എന്ന് അദ്ദേഹം സ്വന്തത്തോട് ചോദിക്കുകയാണ്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കുറച്ച് കഴിഞ്ഞ് മുഹമ്മദ് നബിയുടെ പിന്നാലെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിന്റെ ജനത ഖുറൈശികൾ എന്നെപ്പറ്റി ഒരുപാട് പറഞ്ഞു, നിന്നെക്കുറിച്ച് ഒരുപാട് എന്നോട് പറഞ്ഞു. അവരെന്നെ ഭയപ്പെടുത്തിയത് കാരണം നിന്റെ വാക്കുകൾ കേൾക്കരുതെന്ന് കരുതി ചെവിയിൽ തുണി തിരുകിയാണ് ഞാൻ കഅബക്കടുത്തെത്തിയത്. വളരെ കുറച്ചു മാത്രമേ എനിക്ക് താങ്കളിൽ നിന്ന് കേൾക്കാനായുള്ളൂ. താങ്കളുടെ ആശയം ഒന്ന് പങ്കുവെച്ചാലോ? അങ്ങനെ അദ്ദേഹം അതിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക് എന്നീ സൂറത്തുകൾ അദ്ദേഹം എനിക്ക് ഓതിത്തന്നു. ഹോ, എത്ര സുന്ദരം! ഇത്രയും മനോഹരമായ ഒരാശയം, ഇതിന് തുല്യമായ ഒരു ദൈവസങ്കല്പം ഞാൻ കേട്ടതോ പഠിച്ചതോ ആയ ഒരു അറേബ്യൻ ചരിത്ര പാഠങ്ങളിലും ഉണ്ടായിരുന്നില്ല. ആ നിമിഷം തന്നെ ഇരു കരങ്ങളും നീട്ടി ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. തുഫൈൽ റളിയല്ലാഹു അൻഹു തുടരുന്നു, കുറച്ചു കാലം കൂടി ഞാൻ മക്കയിൽ താമസിച്ചു. ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചെടുത്തു. ഖുർആനിൽ നിന്ന് സാധ്യമായത്ര മനഃപ്പാഠമാക്കി. തുടർന്ന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു.
അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഞാൻ പറഞ്ഞു, തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ കുടുംബങ്ങൾക്കിടയിൽ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നവനാണ്. ഇപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് മടങ്ങുന്നു. ലക്ഷ്യം അവരെ സത്യദീനിലേക്ക് ക്ഷണിക്കലാണ്. അവരെ ദീനിലേക്ക് ക്ഷണിക്കാൻ ഉപയുക്തമാകും വിധം എനിക്കൊരു ദൃഷ്ടാന്തം നൽകാൻ അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ ഇദ്ദേഹത്തിന് ഒരു ദൃഷ്ടാന്തം നൽകണമേ എന്നുള്ളത്. അങ്ങനെ തുഫൈൽ റളിയല്ലാഹു അൻഹു സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ തലക്ക് മുകളിൽ ഒരു പ്രകാശം, ദൃഷ്ടാന്തം എന്ന നിലക്ക്, കറാമത്ത് എന്ന നിലക്ക് ഒരു പ്രകാശം നൽകുകയാണ്. അങ്ങനെ പിതാവിൻ്റെ അടുത്തെത്തിയ പിതാവ് മകനോട് ചോദിച്ചു, എന്താണ് മകനെ തലക്ക് മുകളിൽ പ്രകാശം? അപ്പോൾ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിതാവേ, ഇപ്പോൾ എനിക്കും താങ്കൾക്കും ഇടയിൽ ഒരു അപകടകരമായ വ്യത്യാസമുണ്ട്. ഞാൻ മുസ്ലിം ആവുകയും മുഹമ്മദിനെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, മകനെ, നിൻ്റെ ആദർശം തന്നെയാണ് എനിക്കും മതിയായത്. അങ്ങനെ അദ്ദേഹവും ഇസ്ലാം സ്വീകരിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയും ഇസ്ലാം സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. സ്വന്തം ജനതയോട് ഇസ്ലാമിൻ്റെ വചനങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ആ ജനത മുഖം തിരിക്കുകയാണ് ഉണ്ടായത്. പിന്നീടുള്ള ചരിത്രത്തിൽ അദ്ദേഹം ഒരുപാട് കാലം പ്രബോധനം ആ നാട്ടിൽ നടത്തി. 80ഓളം വരുന്ന കുടുംബങ്ങൾ, ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് അവർ മദീനയിലേക്ക് പോകുന്ന ചരിത്രം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഒരാളുടെ ഇസ്ലാം സ്വീകരണം എന്ന് പറയുമ്പോൾ ഖുറൈശികൾ എന്തൊക്കെ പ്ലാൻ ഒരുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണരുത്, കണ്ടാൽ തന്നെ സംസാരിക്കരുത്, സംസാരിച്ചാൽ തന്നെ കേൾക്കരുത്, അതിനുള്ളൊക്കെ സംവിധാനം ഒരുക്കിയിട്ടും അള്ളാഹു ഹിദായത്ത് നൽകാൻ അള്ളാഹ് നിശ്ചയിച്ചാൽ പിന്നെ അത് തടുത്തു നിർത്താൻ ഒരാൾക്ക് സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവം നമുക്ക് വലിയൊരു പാഠമാണ്. അതെ, ആ തുഫൈൽ റളിയല്ലാഹു അൻഹു മുഖേനയാണ് പ്രശസ്ത സ്വഹാബിയായ കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലും ഇസ്ലാം സ്വീകരിച്ചത് എന്നുള്ളത് നമുക്കേറെ പാഠമുള്ള കാര്യമാണ്. ഈ വെളിച്ചം എനിക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം തീരുമാനിച്ചെന്താ, നബിയോട് പറയാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ ഗോത്രത്തോടും നാട്ടുകാരോടൊക്കെ ഇത് പറയാനുള്ളൊരു സംവിധാനം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതെ, അതാണ് ഒരു വിശ്വാസിയുടെ മനസ്സ് സത്യത്തിൽ എപ്പോഴും ഇങ്ങനെയാണ്. എനിക്ക് പരലോകത്ത് രക്ഷ കിട്ടണം, അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള ഹിദായത്ത് എനിക്ക് ഉണ്ടാവണം. അതിനാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജനത, അവരും ഈ ഇസ്ലാമിലേക്ക് കടന്നു വരണം. അതെ, എനിക്ക് മാത്രം പോരാ, ഈ വെളിച്ചമറിയാത്ത, ഈ ആദർശം ലഭിക്കാത്ത, ഈ മാർഗം മനസ്സിലാകാത്ത ആളുകൾക്കൊക്കെ അത് കിട്ടണമെന്ന അതിയായൊരാഗ്രഹം എപ്പോഴും നമ്മളെ മനസ്സ് കൊതിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും അങ്ങനെയാണ്. ഇപ്പോൾ പുതിയ കാലത്ത്, ആ കാലത്ത് നടന്നുപോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പുതിയ കാലത്ത് എന്തൊക്കെ സംവിധാനമുണ്ട്. അതെ, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ നിന്ന് ഒരു വീഡിയോ, ഒരു പ്രഭാഷണത്തിൻ്റെ ശകലം വളരെ ബോധപൂർവം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു വോയിസ്, നിങ്ങളോട് പറയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ, നിങ്ങൾ ഈ പ്രഭാഷണം ഒന്ന് കേൾക്കൂ, എന്നിട്ട് അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇവിടെ പറഞ്ഞില്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അടക്കം അദ്ദേഹത്തിലൂടെയാണ് ഇസ്ലാം സ്വീകരിച്ചത് പറഞ്ഞ പോലെ ഷിർക്കിൻ്റെ, കുഫറിൻ്റെ, ബിദ്അത്തിൻ്റെ വഴിയിൽ നിന്ന് എത്രയോ ആളുകൾക്ക് അള്ളാഹു വെളിച്ചം നൽകാൻ നമ്മൾ കാരണവും നിമിത്തവുമാകും. നമുക്കൊരു ബോധപൂർവമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, അതെ, പ്രാർത്ഥനയുണ്ടെങ്കിൽ. അതിന് ഏറ്റവും വലിയ മാർഗ്ഗമാണ് നമ്മുടെ പീസ് റേഡിയോ എന്ന് പറയുന്നത്. അതെ, ജസ്റ്റ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ തന്നെ അവരുടെ ഒഴിവ് സമയത്ത് കേട്ടാൽ ഇതിലൂടെ നൽകുന്ന ഒരുപാട് നല്ല നല്ല പ്രബോധനങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് അനുഭവങ്ങളുണ്ട്. എത്രയോ ആളുകൾ അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്.